വാസ്തവ്യത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്നത് പിതൃകർമ്മങ്ങളെക്കുറിച്ചാണ്. സംഹാരമൂർത്തികളിൽ സ്ഥിതിയുടെ കാരകനാണ് മഹാവിഷ്ണു. ഭഗവാന്റെ സംഹാരഭാവമായ സുദർശനമൂർത്തിയെ പൂജയിലൂടെയും ഹോമങ്ങളിലൂടെയും ഭഗവാനെ തൃപ്തിപ്പെടുത്തുന്ന കർമ്മമാണ് മഹാസുദർശന ഹോമം. പ്രേതാത്മാവായി കഴിയുന്ന ആത്മാവിനെ പിതൃവിലേക്ക് ഉയർത്തുന്ന കർമ്മമാണ് പിണ്ഡീകരണം. പ്രേതാവസ്ഥയിലുള്ള ആത്മാവിനെ പിതൃക്കളായി കൊണ്ടുവരുന്ന ക്രിയയാണ്. പ്രേതങ്ങളിൽ നിന്നും ഉപദ്രവങ്ങളുണ്ടാകുമ്പോഴും ദുർമരണങ്ങളുണ്ടാകുമ്പോഴും ആത്മാവിനെ പൂജയിലൂടെ ഉപദ്രവകാരികളല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. സുദർശനഹോമത്താൽ എല്ലാ ബാധാദോഷങ്ങളും ഒഴിഞ്ഞുപോകും. ശത്രുബാധകളെ ആവാഹിച്ച് തിലഹവനത്തിൽ ശുദ്ധി വരുത്തി അന്നദാനം, ഭാഗവത പാരായണം നടത്തുക, മഹാസായുജ്യ പൂജ നടത്തി തിരുനെല്ലി, തിരുവല്ലം എന്നീ പിതൃപൂജയ്ക്ക് കൽപ്പിക്കപ്പെട്ട ക്ഷേത്രങ്ങളിലും ബലികർമ്മങ്ങൾ നടത്തി പിതൃക്കളുടെ അനുഗ്രഹം തേടുകയാണ് ചെയ്യുക. മരണശേഷം ആത്മാവിന് എന്ത് സംഭവിക്കുന്നു? ഇതിനെപ്പറ്റി വിശദമായി പറയുന്ന ഗാരുഡ പുരാണം എന്ന ഗ്രന്ഥത്തിൽ ഭഗവാൻ മഹാവിഷ്ണു തൻ്റെ വാഹനമായ ഗരുഡന് വിവരിച്ചു കൊടുക്കുന്നതായിട്ടാണ് ഈ പുസ്തകം രചിച്ചിട്ടുള്ളത്. ഈ ഗ്രന്ഥമാണ് ശ്രാദ്ധകർമ്മങ്ങളുടെ ആധികാരിക ഗ്രന്ഥമായി പറയപ്പെടുന്നത്. മരണാനന്തരം പിതൃക്കൾക്കായി ചെയ്യുന്ന ബലികർമ്മങ്ങൾക്ക് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന പോലുള്ള പ്രാധാന്യം കുറഞ്ഞു വരുന്നു. കർമ്മങ്ങൾ വിധിയനുസരിച്ച് ചെയ്യുന്നില്ല എന്നുള്ള കാര്യവും നമ്മൾ മനസ്സിലാക്കണം. കർക്കിടകത്തിലെ അമാവാസിയിൽ പുണ്യതീർത്ഥങ്ങളിൽ കർമ്മങ്ങൾ നടത്താം. നമുക്ക് ജന്മമേകിയ മാതാവിനും പിതാവിനും മക്കൾ ചെയ്യേണ്ട കർമ്മമാണ് പിതൃകർമ്മം. പിതൃകർമ്മങ്ങൾ ചെയ്യുവാൻ മൂത്ത പുത്രനാണ് പ്രധാനമായും അവകാശം. എന്ന് പേരായ നരകത്തിൽ നിന്നും സ്വപിതാവിനെ പ്രയാദികളാൽ പ്രാണനം ചെയ്യുന്നതുകൊണ്ട് പുത്രൻ എന്ന പേര് സിദ്ധിച്ചു. ആ പുത്രൻ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് പ്രത്യേക ഫലസിദ്ധി ഉണ്ടാവും. സ്വന്തം പിതാവ് മുതൽ പുറകോട്ട് 7 തലമുറകൾ വരെയുള്ള പൂർവികർക്കാണ് നാം സാധാരണ പിതൃക്കൾ സങ്കല്പത്തിൽ ബലികർമ്മങ്ങൾ ചെയ്യുക.